പിണറായി വിജയൻ തന്നെ പറഞ്ഞു, നിങ്ങൾ പിന്നെ മൈക്ക് കിട്ടുമ്പോൾ ഈ രീതിയിൽ സംസാരിക്കരുത്, നേതാക്കൾക്ക് മൈക്ക് കിട്ടുമ്പോൾ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ എന്നൊരു പരാമർശവും പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നലെ സംസ്ഥാന സമിതിയിൽ പറഞ്ഞു, നിലമ്പൂര് തോൽവിയിൽ ഇത്തരത്തിൽ ഈ പരാമർശം, ഈ RSS 1975 ശേഷമാണ് ഈ പറയുന്ന അടിയന്തരാവസ്ഥ, 75, 76, 77 വരെ അടിയന്തരാവസ്ഥ വരുന്നുണ്ട്. 77 തെരഞ്ഞെടുപ്പ് വരുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള പിന്നെ നമ്മുടെ ഇന്ത്യയിലെ പൊതുതെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പൊ ആ കാലയളവിൽ ഉണ്ടായ സംഭവ വികാസങ്ങളിലൊക്കെ സത്യമാണ്. കാര്യം ഈ പറയുന്ന പോലെ RSSനോട് ചേർന്നല്ലെങ്കിലും RSS, ജനതാ പാർട്ടി അങ്ങനെയൊക്കെയുള്ള അതെ, അത് ഉണ്ടായ ഒരു സത്യമാണ്. അതൊന്നും വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതും ഈ പറയുന്ന പോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം, അതും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, അത് വോട്ടിനെ ബാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ BJPയും RSSും ഒക്കെ ഈ പറയുന്ന വർഗീയ കക്ഷികളെ പിന്താങ്ങുന്നവരാണെന്നും അവർക്കെതിരെയാണ് പാർട്ടി പ്രവർത്തിക്കുന്നതെന്നാണ് പൊതുജനത്തിന്റെ ഒരു വെപ്പ്.